ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. ഇത്രയും സമയം നമ്മൾ വിദ്യാർത്ഥികളായ അഭിനേതാക്കളുടെ പെർഫോമൻസ് കണ്ടു. അടുത്തതായി അധ്യാപകൻ കൃഷ്ണൻ സാറിൻ്റെ പെർഫോമൻസ് ആണ് കാണാൻ പോകുന്നത്. സാറ് റെഡിയല്ലേ? റെഡിയാണല്ലോ. ഓക്കെ, പറഞ്ഞോക്കെ. സാറ് അഭിനയിച്ചിട്ടുണ്ടല്ലേ പണ്ടൊക്കെ? ഇല്ല, അങ്ങനെയില്ല. പക്ഷെ ഒരു അഭിനയ മോഹമുള്ള ആളാണ്. ചെറുതായിട്ടുണ്ട്. ആക്ഷൻ. ഓ, നീയാണടി എൻ്റെ യഥാർത്ഥ പെങ്ങൾ രാജമല്ലിയുടെ മകൾ രാജലക്ഷ്മി. ഡ്യൂപ്ലിക്കേറ്റ് പെങ്ങൾ വേറെ. സമ്പത്ത് കുമിഞ്ഞുകൂടി തലയ്ക്ക് മത്ത് പിടിച്ച്. എല്ലാത്തിൻ്റെ ഇടയിൽ 5 സെക്കൻഡ് ഗ്യാപ്പ് സാർ തരുന്നുണ്ട്. നമുക്ക് പഠിക്കാനുള്ള ഗ്യാപ്പാണ്. പറയൂ സാർ. പുരുഷവർഗത്ത് ആ, കാൽച്ചുവട്ടിലിട്ട് ചവിട്ടി താഴ്ത്തുന്ന രാജലക്ഷ്മിയുടെ പത്തി ആ ചവിട്ടി താഴ്ത്താനുള്ളൊരു ആ തുറുപ്പു ചുട്ടായി ഞാനിതിനെ കാണുന്നു. ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം. ഓ രാജലക്ഷ്മി, എൻ്റെ തലയിൽ കുശാഗ്രബുദ്ധി തെളിയുന്നടി. ആ പരമചറ്റയുടെ അവിടെ നിന്നെങ്കിൽ സാർ ഓണായി. ജീവിതത്തിലേക്ക് ഒരു പരമചറ്റ കടന്നു വന്നാൽ, ഒരു പരമചറ്റയുടെ ജീവിതത്തിലേക്ക് ഒരു പരമചറ്റ കൂടി വന്നാൽ, ഭൂലോക രംഭയുടെ ജീവിതത്തിലേക്കാണ് പരമചറ്റ കടന്നു വരുന്നത്. ആ ഭൂലോക രംഭയുടെ ജീവിതത്തിലേക്ക് ഒരു പരമചറ്റ കടന്നു വന്നാൽ നീ കണ്ടോ പണിക്കരുടെ പ്രതികാര ബുദ്ധി തെളിയുന്നടി. സാർ ഒരു പ്രാവശ്യം തെളിഞ്ഞായിരുന്നു. നീ കണ്ടോ ഈ പണിക്കരുടെ പ്രതികാരം? അതെ. അതിനു പറ്റിയ ഒരു പരമചറ്റയെ ഉടനെ കണ്ടുപിടിക്കാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. ഉടനെ കണ്ടുപിടിക്കും. കൊള്ളാം, നന്നായിരുന്നു. അടിപൊളി. അങ്ങനെ മൈ ജി ബെസ്റ്റ് കണ്ണ ബെസ്റ്റ് സീസൺ 2-ൻ്റെ MGM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുമുള്ള കിടിലൻ അഭിനേതാക്കളുടെ പെർഫോമൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിൽ നിന്നും ബെസ്റ്റ് പെർഫോമറെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സമയത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്ന് ഡയലോഗ് പറയുന്നത് മാത്രമല്ല, നമ്മളെ ചിരിപ്പിച്ച് എൻ്റർടൈൻ ചെയ്യുക എന്നുള്ള ഒരു സംഭവം കൂടി ഉണ്ടെന്നെല്ലാവരും ഓർക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ എൻ്റർടൈൻ ചെയ്യിച്ച ഒരു വ്യക്തി, ഒരു നടി, പവിത്ര. എവിടെ? ആ വന്നാ, അപ്പോഴത്തേക്ക് വന്നല്ലേ. എന്ത് തോന്നുന്നു? നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. മുന്നേ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ? ഫസ്റ്റ് ടൈമാണ്, ആദ്യമായിട്ടല്ലേ അഭിനയിച്ചെന്ന് പറഞ്ഞത്? ആദ്യത്തെ അഭിനയത്തിൽ തന്നെ സമ്മാനം സ്വന്തമാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കയ്യടിയോടുകൂടി മൈജി തരുന്ന ഒരു കിടിലൻ സമ്മാനം. മൈജിയിൽ പോകാറുണ്ടോ? എനിക്ക് മേടിച്ചു തരാറുള്ളൂ, ഞാൻ പോകാറില്ല. ആണല്ലേ? എന്നാലും മേടിക്കാറുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ കൺഗ്രാറ്റ്സ്. അല്ല അത് പിടിച്ചോ. തുടർന്ന് അഭിനയിക്കാം കേട്ടോ.